നല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫുട്ബോൾ പിവറ്റ് നമ്മളോടുണ്ട്. ബ്രോ സുഖാണ് അവിടെ? കുഴപ്പമില്ല, തട്ടിമുട്ടി പോകുന്നു. അവിടെ എന്നാണ്? നന്നായിട്ട് പോകുന്നു ബ്രോ. കുറെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് മാനുവൽ ഉഗാറ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ഏകദേശം ഡീല് കൺഫേം ആയി എന്നുള്ള ന്യൂസ് വരുന്നത്. അവരെനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ കുറച്ച് വൈസായിട്ടുള്ള സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട്, കുറച്ച് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ടെനാഗ് ഈ ഒരു സീസൺ ഓൾ ദി വേ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഓൺ പേപ്പർ അവർ യൂറോപ്പ ലീഗ് ഷുഡ് ബി കോമ്പീറ്റിംഗ് ഫോർ യൂറോപ്പ ലീഗ്. ഫേവറേറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ വേണേ പറയാം, വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണെന്ന് തന്നെ പറയാം. ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് ഉണ്ട്. പിന്നെ പ്രീമിയർ ലീഗ് ടോപ്പ് 4 ഇത് രണ്ടുപേരായിരിക്കും അവരുടെ മിനിമം എക്സ്പെക്ടേഷൻ. യൂറോപ്പ ലീഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സെമി ഫൈനലിസ്റ്റ് ആയിരിക്കണം യുണൈറ്റഡ്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത്. കൂടാതെ ടോപ്പ് 4 അതുമായിരിക്കും. പിന്നെ ഒരു ഡൊമസ്റ്റിക് കപ്പ് നേടിയാലായി. ഐ തിങ്ക് പ്രീമിയർ ലീഗ് ഫേവറേറ്റ് ആണെന്നൊന്നും, അഥവാ പ്രീമിയർ ലീഗ് അടിക്കുമെന്നൊന്നും പറയാനായിട്ടുള്ളതായിട്ടില്ല. കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ് അവിടെ കാണുന്നുണ്ട്. മേ ബി അവർ ഫസ്റ്റ് ടാർഗറ്റ്സുകളെല്ലാം എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഉഗാർട്ടെ, ഡിലൈറ്റ്, മസറായി, ലെനിയോറോ, ഇതൊക്കെ അവരുടെ ഫസ്റ്റ് ചോയ്സുകൾ തന്നെയായിരുന്നു. മേ ബി ഫസ്റ്റ് ചോയ്സോ അഥവാ സെക്കൻഡ് ചോയ്സോ അതിലോട്ട് തന്നെ അവർ ലെനിയോറോ ഒക്കെ ഇപ്പം ബ്രാൻഡ്വെറ്റിനെ കിട്ടിയില്ല, ലെനിയോറോയിലോട്ട് പോകുന്നു. അതോടെ തന്നെ അവർ കൺഫേം ആക്കുന്നു. സോ ഇനി സൈനികൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. കഡിയോഗ്ലു ലിങ്ക്സ് ഒക്കെ വീണ്ടും വരുന്നുണ്ട്, അതെന്താവും എന്ന് അറിയത്തില്ല. സോ ഐ തിങ്ക് പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്, പ്രോപ്പർ ആയിട്ടൊരു ബോർഡ് ഉണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ സീസൺ യുണൈറ്റഡിൽ കാണുന്നത്. അവർ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, നമുക്കറിയേണ്ട ആവശ്യമില്ല. ഈ നമ്മളൊരു ഔട്ട്സൈഡർ എന്ന നിലയിൽ കാണുമ്പോഴും ഈ സൈനിങ്ങുകൾ മേക്ക് സെൻസ് അല്ലെ. അല്ലാതെ 100 മില്യനൊക്കെ കൊടുത്ത് ചുമ്മാ ഓരോ പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ. ഒരു സെൻസിബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുത്ത് പ്ലേയേഴ്സിനെ എത്തിക്കുന്നു. സുർക്സ്കി, നമ്മൾ ആ കാര്യം വിട്ടു. സുർക്സ്കി ഫസ്റ്റ് ഗെയിമിൽ ഇറങ്ങി ഗോൾ അടിച്ചു, ലുക്സ് റിയലി ഗുഡ്. സോ ഐ തിങ്ക് മാൻ യുണൈറ്റഡ് വൺ ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോ വിന്നേഴ്സ് ആണ് വിത്തൗട്ട്. അതെ, 100%. അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എസ്പെഷ്യലി ആർസനൽ ഇപ്പൊ മെറീനയെ സൈൻ ചെയ്തു എന്ന് ഇപ്പാണ് പോസ്റ്റ് കണ്ടത്. അവര് കറക്റ്റ് ഓൾമോസ്റ്റ് ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് കൺഫേം ചെയ്തു. അവരെനിക്ക് തോന്നുന്നു ഒന്നിക്കൽ ഫോർവേഡ് ലൈനപ്പിൽ അല്ലെങ്കിൽ ആ DM റോളിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡിലാണ് ഒരു വീക്ക്നെസ് ഉള്ളത്. ഡിഫൻസിൽ അവർക്ക് സ്കോട്ട് അപ്പ് ഉണ്ട്. പിന്നെ ഹിസൂസ് മടങ്ങി വന്നത് ക്ലിക്ക് ആവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ എനിക്കൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കൺസേൺ ആയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഹാവേർട്സോ അല്ലെങ്കിൽ ഹിസൂസ് ഈ രണ്ടുപേര് പെർഫോം ചെയ്തേ പറ്റൂ. വിങ്ങേഴ്സ് ഒക്കെ സ്ട്രോങ് ആണ്. അപ്പോ എന്താണ് ബ്രോയുടെ അഭിപ്രായം? ആർസനൽ ഇസ് ഗോയിങ് ഫോർ ദ കപ്പ് ദിസ് സീസൺ. 3ാമത്തെ സീസൺ ആണ്. ഇനി എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനെയും വാങ്ങി കൊടുത്തു കഴിഞ്ഞു. ഇറ്റ്സ് അപ് ടു ആർട്ടറ്റ പെർഫോം വിൻ എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഫോർ മീ സ്റ്റിൽ സിറ്റിയാണ് ബ്രോ. ഗുണ്ടകൻ തിരിച്ചു വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം ഗുണ്ടകൻ തിരിച്ചു വരുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ അതിന് താഴെ ആർസനൽ ഫാൻസ് വന്നിട്ട് നന്ദിയുണ്ട് ബാർസ, നന്ദിയുണ്ട് ബാർസ കമന്റ് ബഹളമായിരുന്നു ഇന്നലെ. ഗുണ്ടകൻ വീഡിയോയുടെ താഴെ എന്തിനാ ഞങ്ങളോട് എന്തിനാ നന്ദി പറയുന്ന, എന്നിട്ട് ബ്രാക്കറ്റിൽ ആർസനൽ ഫാൻ വളരെയധികം നന്ദിയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മള് റിയലിസ്റ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ പെപ് ഗാർഡിയോളയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. സോ ഭയങ്കര പാടായിരിക്കും. പുള്ളി മെന്റലി ആ ടീമിനെ അമ്മാതിരി സ്ട്രോങ് ആക്കുക. സവീനോ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, ലുക്സ് റിയലി കൂടി ഇപ്പം ഗുണ്ടകൻ തിരിച്ചു വരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആർസനൽ നടത്തേണ്ട ഒരു സൈനിങ് ആയിരുന്നു മെറീനോ. പ്രോബ്ലി അവർ ലെഫ്റ്റ് സൈഡ് ആൻഡ് മിഡ്ഫീൽഡ് കുറച്ച് വീക്ക് ആയിരുന്നു ലാസ്റ്റ് ഇയർ. ത്രൂ ഔട്ട് ദി ഇയർ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. തോമസ് പാർട്ടി ഇഞ്ചേർഡ് ആയിരുന്നപ്പം ഹാവേർട്സിന് ഓൺ പേപ്പർ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആള് സ്ട്രൈക്കിംഗ് റോളിലോട്ട് അഥവാ ഫ്രണ്ടിലോട്ട് കയറുന്നു. അപ്പൊ പലപ്പോഴും മാർട്ടിനെല്ലിക്ക് അവിടെ ഒരു ഫുൾ ഫ്രീഡം കിട്ടുന്നില്ല. സോ ഈ സീസൺ മേ ബി മെറീനോയുടെ സൈനിങ്, ഈവൻ ഇഫ് തോമസ് പാർട്ടി ഇഞ്ചേർഡ് ആയാലും ഡെക്ലൻ റൈസിന് DM ഒക്കെ കളിക്കാം, മെറീനോയ്ക്ക് LMF കളിക്കാം. അല്ലെങ്കിൽ തോമസ് പാർട്ടി ഫിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചറാണ്. മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല സ്കോട്ട് ഡെപ്ത് അവർക്കായി. തോമസ് പാർട്ടി ഇഞ്ചറി ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. ഇപ്പോഴും എനിക്ക് ആർസനലിന്റെ ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് സ്ട്രൈക്കറാണ്. ലാസ്റ്റ് ഇയർ മേ ബി 1 or 2 മാച്ചസ് നമുക്ക് ഒരു CF, ഒരു പ്രോപ്പർ ഒസിമനോ ബ്ലാഹോവിച്ചോ അല്ലെങ്കിൽ ഒരു ഹാളൻഡോ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചില മാച്ചുകളിൽ നമുക്ക് തോന്നും. സോ മേ ബി ആ ഒരു പോയിന്റോ 2 പോയിന്റോ ചിലപ്പോൾ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നേ കിട്ടേണ്ട മാച്ച് ആ 1 പോയിന്റോ 2 പോയിന്റോ കാരണം സീസൺ എൻഡ് ആവുമോ ആർസനൽ ടൈറ്റിലും പോകാനായിട്ട് റീസൺ ആവും. സോ സിറ്റിക്ക് നമ്മൾ നോക്കാനായിട്ടാണ് അവിടെ ഹാളൻഡ് ഉണ്ട്. ഹാളൻഡിൽ നിന്ന് മാറി ഒരു വെർസറ്റൈൽ പ്രൊഫൈൽ വേണേൽ അതറക്കാനുണ്ട് അവിടെ. സോ ഒബ്വിയസ്ലി ആ ആർസനൽ ഇല്ലാത്ത ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ മേ ബി നമ്മൾ വേൾഡ് ഫുട്ബോളിൽ നോക്കിയാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ കോപ്പ് ചെയ്യാൻ വളരെ പാടായിരിക്കും. പാടെന്നല്ല, അറ്റേറ്റയാണ് ലീഗിൽ അത് അഡാപ്റ്റ് ചെയ്യും. പക്ഷെ മേ ബി 1 or 2 മാച്ചസ് ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്ത കാരണം പോയിന്റ്സ് ഡ്രോപ്പ് ആക്കും. അപ്പുറത്ത് സിറ്റിയാണ്. വേറെ ഏത് ടീം ആയിരുന്നാലും ഓക്കെ, ഒരു 2 കളി 2 പോയിന്റ് പോയി പോട്ടെന്ന് വെക്കാം. അപ്പുറത്ത് സിറ്റിയാണ്. അവർ 1 പോയിന്റ് പോലും അവർക്ക് ആ ബ്രീത്തിങ് സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് സിറ്റിയുടെ.
എന്താണ് ബ്രോ ചെൽസി നടക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ് പറയുന്നത് സ്റ്റേർലിങ്ങിനെ വേണ്ട, നമുക്ക് മറ്റു പ്ലേയേഴ്സിനെ പറഞ്ഞു വിടണം, ബ്രോയ സൈൻ ചെയ്തു പോയി. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല, ഇവരെ റിക്രൂട്ട്മെന്റ് ടീമും കോച്ചും തമ്മിൽ ഒരു കണക്ട് ഇല്ലേ, അല്ലെങ്കിൽ മാനേജ്മെന്റും ഈ ടീമും തമ്മിൽ ഒരു കണക്ട് ഇല്ല. അവർ ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെ വാങ്ങുന്നു, വേറെ സൈഡിൽ നിന്ന് ആൾക്കാരെ വിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പൈസ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 47 മില്യൺ മേടിച്ച പ്ലെയർ ഒരു സീസൺ കളിച്ചു, ഇപ്പൊ 3 വർഷത്തെ കോൺട്രാക്ട് ബാക്കിയുണ്ട്, പുള്ളിക്ക് കളിക്കാൻ മിനിറ്റ് കിട്ടുന്നില്ല. വേറൊരു ആൾക്കാരുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 2031 കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യങ് പ്ലെയർ ഒക്കെ ഓക്കെയാണ്, സപ്പോസ് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുള്ളി ഫ്ലോപ്പായി, ഈ 11 വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുന്നതിനെ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? റൈറ്റ്, ഓക്കെ, പൈസ റിക്കവർ ചെയ്യുന്നുള്ള ഓക്കെ, പക്ഷെ എന്നാലൊരു ലോജിക് ഉണ്ട്. ഒരു 5 years കോൺട്രാക്ട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും നോക്കുന്നതിന് പകരം 11 years കോൺട്രാക്ട്, 9 years. ഇപ്പൊ ലുക്കാക്കുയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സെല് ചെയ്യാൻ വേണ്ടി പടാപ്പാട് പെടുകയാണ്. അതും ഒരു ലോങ് കോൺട്രാക്ടിന്റെ പ്രശ്നമാണ്. കെപ്പയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. അവർ പൈസ ഉണ്ടായിട്ട് വേസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇതൊരു വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ടോ? അത് അമോർട്ടൈസേഷന് വേണ്ടിയാ ബ്രോ. അത് 9 വർഷത്തേക്ക് പോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 മില്യൺ ആണ് ഒരു പ്ലെയറിനെ വാങ്ങിക്കുന്നതെങ്കിൽ 5 year കോൺട്രാക്ട് ആണെങ്കിൽ ആവറേജ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ പോലെ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എടുക്കുകയാണെങ്കിൽ 20 മില്യൺ വെച്ച് ഒരു വർഷം നമ്മുടെ ബുക്കിൽ പോസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതേ സമയത്ത് ഈ 100 മില്യന്റെ പ്ലെയറിനെ നമ്മൾ 10 വർഷം കോൺട്രാക്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം 10 മില്യനെ കോസ്റ്റ് വരും. പിന്നെ 10 വർഷത്തേക്ക് ആ 10 മില്യൺ കോസ്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് FFPനെ സഹായിക്കും. അതാണ് ചെൽസി ചെയ്തത്. സോ UFAയും പ്രീമിയർ ലീഗും ഒക്കെ പുതിയ റൂൾ കൊണ്ടുവരാൻ വരുവാന്ന് കേൾക്കുന്നു. 5 or 6 വർഷത്തിൽ കൂടുതൽ ഒരു കോൺട്രാക്ട് ഇനി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ, അഥവാ 5 കോൺട്രാക്ട് കൊടുക്കുക, 5 വർഷം കൊണ്ട് ഈ കോസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം എന്നുള്ള രീതിയിൽ ഈ ചെൽസി കാണിച്ച പണി കാരണം റൂൾ അങ്ങാണ്ട് വരുത്താൻ പോവാണെന്ന് പറഞ്ഞ് റൂമറോടാണ്. ആ മിക്കവാറും ഉടനെ തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. സോ ചെൽസി മെയിൻലി ലോങ് ടൈം കോൺട്രാക്ട്സ് പ്ലേയേഴ്സിന് കൊടുത്ത് ആ ഒരു എയിം വെച്ചാണ് കോസ്റ്റ് ഇത്ര വർഷത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക, FFP ബാലൻസ് ചെയ്യുക. ഇനി ഇത്രയും പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടുന്നു, വീണ്ടും പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടുന്നു, ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പേഴ്സണലി ഇപ്പൊ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇപ്പോഴും നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ക്യാരകറായിരുന്നു ആരോ പറഞ്ഞ പോലെ അവിടെ ഒരു വേൾഡ് ക്ലാസ് CF ഇപ്പോഴും ഇല്ല. അവർ ഇത്രയും ഫണ്ട് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് CF ഇല്ല. പ്രോബ്ലി ഒരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പറിലോട്ട് അവർ ഫണ്ട് അത് ഇറക്കിയിട്ടില്ല. മേ ബി ഗോൾ കീപ്പർ ആണ് ഒരു സിറ്റുവേഷൻ എങ്കിൽ, മേ ബി ഒരു 3 or 4 സൈനിങ്സ് സാക്രിഫൈസ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രോപ്പർ ഗോൾ കീപ്പറെ 70-80 മില്യൺ അവർ എത്തിക്കുക. ഇപ്പൊ ജോർഗൻസനെ കൊണ്ടുവന്ന് അത് നല്ല സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. മേ ബി ഒരു ഔട്ട് ആൻഡ് ഔട്ട് വേൾഡ് ക്ലാസ്, അവർക്ക് കുറെ ഡിഫൻഡേഴ്സ് ഉണ്ട്, ബട്ട് ഒരു വേൾഡ് ക്ലാസ് CB ഇല്ല. നമ്മൾ ഓൺ പേപ്പർ നോക്കുവാണെങ്കിൽ ഫൊഫാന ഫിറ്റ് ആയിട്ടിരിക്കുകയാണ് ഗ്രേറ്റ്. ഫൊഫാന, കോൽവില, ബാഡിയാഷിയിലെ ഡിസാസി, ടോസിൻ ഉണ്ട്, പ്ലേയേഴ്സ് ഓൺ പേപ്പർ ഉണ്ട്. പക്ഷെ ഇതിലൊരു വേൾഡ് ക്ലാസ് CB ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഫൊഫാനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയാൻ, അല്ലാതെ ബാക്കി ആരെ നമുക്ക് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ചെൽസിക്കുണ്ട്. ബട്ട് മിഡ്ഫീൽഡ് കൊള്ളാം, അറ്റാക്കിങ്ങിൽ പ്ലേയേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എവിടെയൊക്കെയോ ചെൽസി ലാക്ക് ചെയ്യുകയാണ്. ഇത്രയും ഫണ്ട് ഇറക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ പേപ്പറിൽ എവിടെയൊക്കെയോ ചെൽസിക്ക് എന്തൊക്കെയോ മിസ്സിങ്. ഇപ്പം സിറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിയുടെ അത്രയും വലിയ സ്ക്വാഡ് ഒന്നും അല്ല സിറ്റിയുടെ, പക്ഷെ നമുക്ക് സിറ്റി ഒരു കംപ്ലീറ്റ് ടീമായിട്ട് തോന്നുന്നു അല്ലെ. സിറ്റി നമ്മൾ നോക്കാനായിട്ടാണ് ഒരു കംപ്ലീറ്റ് എല്ലാം ഫില്ലായിട്ടുള്ള ഒരു ടീമായിട്ട് തോന്നുന്നു. ഈവൻ ആർസണൽ ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് CFന്റെ പ്രോബ്ലം ഒഴിച്ചു നോക്കിയാൽ മറ്റേ അത്ലറ്റിക് അത് യൂസ് ചെയ്യാനറിയാം. ചെൽസിയിലോട്ട് വരുമ്പോൾ എന്താണ് ഇപ്പോഴും അവരുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് അവരുടെ ആ ഒരു ബാലൻസ്, എന്താണ് അവരുടെ ഒരു ഇതെന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ബട്ട് അവർ പെട്രോനെറ്റ് നല്ല സൈനികമായിട്ട് പേഴ്സണലി വന്നിട്ട് സ്റ്റെർലിങ്ങിനെ ഇനി അവിടെ ചാൻസ് ഇല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കാം, കിട്ടുന്ന ഫണ്ടിന് ഒഴിവാക്കാം. വെച്ചോണ്ട് നിൽക്കുന്നതിന് കാര്യമില്ല. സ്റ്റെർലിങ്ങിനെ ഇപ്പൊ വിൽക്കാൻ വെച്ചിരിക്കുന്നു, ചിൽവെലിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു, കൂടാതെ കുറെ 15ഓളം പ്ലേയേഴ്സിനെ ഇപ്പൊ റിലീസ് ചെയ്യണം എന്നുള്ള അവസ്ഥ നിൽക്കുകയാണ്. ചെൽസി ഈസ് എ ഗുഡ് സെല്ലിംഗ് ക്ലബ്. അതിനകത്ത് തന്നെ അവർ ഒഴിവാക്കും, എങ്ങനെയും ഒക്കെ ലോണിനാണെങ്കിലും വിറ്റും ഒക്കെ ഒഴിവാക്കും. ഇത്രയും സൈനിങ്ങുകൾ വന്നാലും വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് അവർ ലോണിന് വിട്ട് ഫണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അവർക്ക് സംഭവം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. റോബൻ അബ്രാമോവിച്ച് അറിയാൻ അത് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് നടന്നായിരുന്നു. പക്ഷെ ഡോട്ട് ബോൾ രണ്ടും കുറച്ചുകൂടി ഒരു എന്താ പറയുക കെയോട്ടിക് ആയിട്ടാണ് ചെൽസിക്കുള്ളിൽ കാര്യങ്ങൾ നീങ്ങുന്ന തോന്നുന്നത്. പക്ഷെ ഇത് അധികം അവർക്കറിയാം, അവർ മാനേജ് ചെയ്യും, ബട്ട് ഇത് അധികം നാൾ ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല. കാരണം ഇവരെ യുവപ്പടി ഒരു അമോർട്ടൈസേഷൻ റൂൾ വന്നാൽ ചെൽസിക്ക് ഇങ്ങനെ ലോങ് ടൈം കോൺട്രാക്ട്സ് കൊടുക്കൽ കഷ്ടവും. പിന്നെ FFP ബാലൻസ് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. എന്തായാലും മറസ്ക ബോൾഡാക്കുമെന്ന് തോന്നുന്നു ടീമിനെ. പുള്ളിയുടെ പ്രസ് കോൺഫറൻസ് ഒക്കെ കേട്ടിട്ട് ആള് നല്ല കുറച്ച് ഡിസിഷൻ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുന്നത്, ഇത് ഇയാളെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സംഭവം ഉണ്ട്. അതൊരു വലിയ സംഭവമാണ്. അറ്റ്ലീസ്റ്റ് ഈ ചെൽസി ഇപ്പോഴത്തെ മൊറീനിയോ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഈ പ്ലെയർ കളിക്കില്ല എന്ന് പറഞ്ഞാൽ പുള്ളി കളിക്കില്ല, അത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് മിനിറ്റ്സ് വേണമെങ്കിൽ വേറെ ക്ലബിലേക്ക് പോട്ടെ എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ഗുഡ്. ഞാനന്ന് ലിവർപൂളിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് സ്ലോട്ട് ബോൾ? ഇഷ്ടപ്പെട്ടോ? പൊട്ടൻഷ്യൽ ഉണ്ടോ? ഞാൻ ആ കളി സെക്കൻഡ് ഹാഫ് കണ്ടു, ഫസ്റ്റ് ഹാഫ് കണ്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളില്ലായിരുന്നു. ഇപ്സ്വിച്ചിന് ഹാഡ് ചാൻസസ് ടു സ്കോർ എന്ന് പറഞ്ഞു, ഡിഫൻസീവിൽ വളർന്നതായിട്ട്. ബട്ട് സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ട സെക്കൻഡ് ഹാഫ് ഒരു 52-53 മിനിറ്റ് തൊട്ടാ
അത് തന്നെ ഞാൻ കണ്ട ലിവർപൂളിന്റെ പക്കാ ഡോമിനേഷൻ ആണ്. പക്ഷെ എന്നോട് പേഴ്സണലി ചോദിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ലിവർപൂൾ ഒരു DMF ഒരു CB സൈൻ ചെയ്യാതെ നെക്സ്റ്റ് സീസൺ തുടങ്ങുന്നത് ഭയങ്കര വലിയ മണ്ടത്തരമാണ്. പേഴ്സണലി സ്റ്റിൽ ബിലീവ് ദാറ്റ് എന്തൊക്കെ പറഞ്ഞാലും ആ ഡിസംബർ വരെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ലാസ്റ്റ് ഇയറിലെ പോലെ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ മെന്റൽ ഫറ്റീഗ് വരും, പ്ലെയറിന് ഇഞ്ചുറി ഇഷ്യൂസ് വരും, ധാരാളം വിഷയം വരും. ആ 2 മാസം മേ ബി ഒരു കീ ആയിട്ടുള്ള 3 പ്ലേയേഴ്സ് ഇഞ്ചുറി ആയി പുറത്തായാൽ ലിവർപൂൾ നൈസായിട്ട് ചിലപ്പോൾ ടോപ്പ് 4 റേസിൽ തന്നെ ഔട്ട് ആവും. അതിനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നത്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഗ്രാംബർഗ് ഒരു DMF ആയിട്ട് കൊണ്ടുവരാനാണ് പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. മേ ബി വർക്ക് ആവുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ സ്റ്റിൽ അഗൈൻസ്റ്റ് മാൻ സിറ്റി, ആർസണൽ, മേ ബി ചെൽസി, യുണൈറ്റഡ്, മേ ബി ഇൻ ചാമ്പ്യൻസ് ലീഗ് ബിഗ് മാച്ചസ് ഗ്രാംബർഗിനെ DMF ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുമാത്രം റിലയബിൾ ആണ്, എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കൊരു ഇപ്പൊ അറിയത്തില്ല എന്തായി മാറും എന്നുള്ളത്. സോ അത് എവിടെ പോകും. പിന്നെ മേ ബി വാൻഡേക്കിനോ റോബർട്ട്സൺ ഇഞ്ചുറി പറ്റിയ സമിസ്കാർസാണ് നേരെ റീപ്ലേസ്മെന്റ്. റിയലി ഭയങ്കര വലിയ വൾണറബിലിറ്റി ആണ്. സമിസ്കാർസ് റെഗുലർ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഗോമസ് നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഡിഫൻസിൽ വാൻഡേക്കിന് ഇഞ്ചുറി പറ്റിയാൽ കോൺഷാ കൊണാട്ടെ കവറപ്പ് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. അവർക്ക് അതിനുള്ള കുഴപ്പമില്ലാത്ത ഡിഫൻഡേഴ്സ് ആണ്. ബട്ട് വാൻഡേക്കിന് എന്തെങ്കിലും പറ്റിയാൽ എന്താവും. ഒരു DMF പ്രോപ്പർ DMF എൻഡോനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഗ്രാംബർഗിന് ആ റോൾ കഴിയാൻ പറ്റുമോ? ഫ്രണ്ടില് കുഴപ്പമില്ല, അവർ ഗോൾസ് അടിക്കും, അതെനിക്ക് ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ ഒരു പ്രോപ്പർ DMF മേ ബി ഒരു ബാക്കപ്പ് CBO ലെഫ്റ്റ് ബാക്കോ ഇല്ലാതെ ഒരു നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോകുന്നത് വലിയ മണ്ടത്തിലായിരിക്കും. ബജറ്റിക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്ന് അറിയത്തില്ല. ബജറ്റിക്കിനെ അവർ ലോണിന് വിടുമെന്ന് റൂമറുകളുണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബജറ്റിക്കിനെ ലോൺ വിടാതെ പിടിച്ചു നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ സ്പേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡൊമിനിക് സോളങ്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഹാരി കെയിന്റെ റീപ്ലേസ്മെന്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് 19 ഗോൾസ് കഴിഞ്ഞ സീസണിലുണ്ട്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്തത് ഐവിൻ ടോണിനായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത സൈനിങ് ആണ്. പുള്ളി ഫസ്റ്റ് മാച്ചിൽ 1-2 ചാൻസ് ഒക്കെ കിട്ടി, പക്ഷെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വർക്ക് റേറ്റ് അടിപൊളിയാണ്, നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, ഒരു ടീം പ്ലെയർ ആണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഐ തിങ്ക് ഹീസ് ഗുഡ്. എന്തെങ്കിലും ഈ സൈനിങ്സിനെ പറ്റിയിട്ട് എന്താണ് ബോർഡ് അഭിപ്രായം? സൊലാങ്കി ഒരു നല്ല സൈനികമാണ്. ഇപ്പം പോസ്റ്റോകോഗ്ലുവിന്റെ സിസ്റ്റത്തിൽ നമുക്കറിയാം ലാസ്റ്റ് ഇയർ റിച്ചുബായി ഒരു അവൈലബിൾ ആയിരുന്നപ്പോ എല്ലാം ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലേ. അവൈലബിൾ ആയ ഇഞ്ചറി ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നപ്പോ. സോ ഇവൻ നമ്മൾ പുള്ളിയുടെ സിസ്റ്റത്തിൽ നോക്കാനാണ് ഒരു CF ആയിരിക്കും ഏറ്റവും കുറവ് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുക, പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു CF ആയിരിക്കും, ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ സൺ അതല്ല, സണ്ണിനും കുളിസസ്റ്റിക്കും ഒന്നും കളിക്കാൻ പറ്റത്തില്ലെന്ന് ലാസ്റ്റ് സീസൺ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. സോ ഒരു പ്രോപ്പർ CF വേണമെന്ന്. റിച്ചുബായിക്ക് ഇഞ്ചറി പറ്റിയാലല്ലോ, റിച്ചാർഡ്സനെ പുള്ളി ട്രസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. സൊലാങ്കി റൈറ്റ് പ്രൊഫൈലാണ്. 65 million pounds മേ ബി ഓവർ പ്രൈസ്ഡ് ആയിട്ട് പറയാം. ബട്ട് പേ ചെയ്തു എടുത്തു, അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമായിരുന്നു. ഗ്രേറ്റ് സൈനിങ്. ഐ തിങ്ക് പോസ്റ്റോകോഗ്ലു പൊതുവെ സെക്കൻഡ് സീസണിലാണ് ആളുടെ മുദ്ര പതിപ്പിക്കാറെന്ന് കേൾക്കാറുണ്ട്. ബട്ട് ഇത് പ്രീമിയർ ലീഗ് ആണ്, സ്കോട്ടിഷ് ലീഗോ ജപ്പാനീസ് ലീഗോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ലീഗോ അല്ല, പുള്ളി പോയ ലീഗുകളൊന്നും അല്ല. പുള്ളി സെൽറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് എന്ന് തന്നെ പറയാം. അവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് 2 സൈഡ്സ്. ബട്ട് സ്പേഴ്സ് പ്രീമിയർ ലീഗിലെ ടോപ്പ് 3 ടോപ്പ് 4 സൈഡ്സിന്റെ സ്പോട്സ് നോക്കാനാണ് പറയാൻ പറ്റത്തില്ല. സോ എങ്ങനെയാവും അറിയത്തില്ല. എനിക്ക് സ്പേഴ്സിലെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഇപ്പോഴും മിഡ്ഫീൽഡായിട്ടാണ് പേഴ്സണലി തോന്നുന്നത്. മിഡ്ഫീൽഡ് എന്തുകൊണ്ട് അഡീഷൻസ് ഇപ്പൊ ഗ്രേ വന്നിട്ടുണ്ട്, ആൾക്ക് ഇൻവേർട്ടഡ് മിഡ്ഫീൽഡർ ഫുൾ ബാക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസ് എ മിഡ്ഫീൽഡർ ടെക്നിക്കലി. സോ നല്ലതാണ്. ബട്ട് ഹോയ്ബർഗിനെ നഷ്ടപ്പെട്ടു. ബിസൂമ സാർ ഇഞ്ചുറി പ്ലേസ് ആണ്. ബിസൂമ ചില സമയത്ത് ഭയങ്കര വൾണറബിൾ ആണ്, ചില സമയത്ത് ഗെയിമിൽ കംപ്ലീറ്റ്ലി ഔട്ട് ആവുന്ന പോലെ തോന്നാറുണ്ട്. മിഡ്ഫീൽഡ് അഡീഷൻസ് ഇല്ലാതെ സ്പേഴ്സ് ഈ സീസണിലോട്ട് പോകുന്നത് വലിയ മണ്ടത്തരമായിരിക്കും. കാരണം ഒന്ന് ഹോയ്ബർഗിനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, സ്കിപ്പും പോയെന്ന് തോന്നുന്നു അല്ലെ. സ്കിപ്പും നിങ്ങൾ ലെസ്റ്ററിലേക്ക് പോയി. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങളുടെ സ്ക്വാഡ് കുറഞ്ഞിട്ടുണ്ട് മിഡ്ഫീൽഡ്. സോ അതെങ്ങനെ പോപ്പ് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ പോസ്റ്റോകോഗ്ലു സിസ്റ്റത്തിൽ നമുക്കറിയാം മിഡ്ഫീൽഡ് വളരെ വൈറ്റലാണ്. മാഡിൻസൺ, സാറ്, ബിസൂമ ഇവർ 3 പേര് ലാസ്റ്റ് സീസൺ കണ്ടിന്യൂസ് ഇഞ്ചുറി കൊണ്ട് വരഞ്ഞ 3 പ്ലേയേഴ്സാണ്. സോ ഒബ്വിയസ്ലി മിഡ്ഫീൽഡ് അഡീഷൻ ഇല്ലാത്ത പ്രശ്നമാണ്. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. ബൈ ഫോർ നൗ. ഓക്കെ ബ്രോ, ബൈ. ടേക്ക് കെയർ.